ചൂടായിട്ടുണ്ട്. ഇതിലോട്ട് നമുക്ക് നെയ്യ് ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. നമ്മൾ പൈനാപ്പിൾ മിക്സിയിലിട്ട് അരച്ച് വെച്ചിരിക്കുകയാണ്. ഒരു പൈനാപ്പിളാണ് ഞാൻ എടുത്തിട്ടുള്ളത്. അത് മിക്സിയിൽ വെച്ച് നന്നായിട്ട്, അതിൽ വേറെ ഒന്നും ഇടണ്ട, വെറും പൈനാപ്പിൾ അരച്ചെടുക്കുക. അരച്ചെടുത്ത പൈനാപ്പിൾ നമ്മളിതിലോട്ട് ഒഴിക്കുകയാണ്. പൈനാപ്പിൾ നെയ്യ് കിടന്ന് കുറുവി വന്നിട്ടുണ്ട്. ഇതിലോട്ട് നമുക്ക് കുറച്ച് പഞ്ചസാര പൊടിച്ചത് ചേർത്ത് കൊടുക്കാം. ഇനി നന്നായി ഇളക്കി യോജിപ്പിക്കണം. ഇനി ഇതിലേക്ക് നമ്മൾ ചവ്വരി, കാച്ചി വെച്ചിരിക്കുന്ന ചവ്വരി ഒഴിച്ചു കൊടുക്കാം. ചവ്വരി നമ്മളിതിലോട്ട് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി കുറച്ച് നേരം തീ കൂട്ടിയിട്ട് നമുക്കൊന്ന് ഇളക്കിയെടുക്കണം. ഇട്ടിന് ശേഷം നന്നായിട്ട് തിളച്ച് വന്നിട്ടുണ്ട്. ഇനി ഇതിലോട്ട് 1 ഗ്ലാസ് പാല് ചേർക്കാം. ഇനി ഇത് നന്നായിട്ട് കലക്കി യോജിപ്പിക്കണം. നമ്മളിപ്പോൾ ഞാൻ ഒരു കൈതച്ചക്കയാണ് എടുത്തത്, ഒരു പൈനാപ്പിളാണ് എടുത്തത്. അപ്പം അതിനനുസരിച്ചാണ് ഞാൻ പാല് വീഴ്ത്തിയത്. നിങ്ങൾ കൂടുതൽ എടുക്കുന്നുണ്ടെങ്കിൽ 2 എടുക്കുന്നുണ്ടെങ്കിൽ ഏകദേശം 1/2 ലിറ്ററോ 3/4 ലിറ്ററോ പാലൊഴിക്കേണ്ടി വരും. വെള്ളം ഒട്ടും ചേർക്കരുത്. വെള്ളം ഒട്ടും ചേർക്കാതെയാണ് നമ്മളിത് പൈനാപ്പിൾ ഇതിൽ അരച്ചെടുത്തത്. പൈനാപ്പിൾ നല്ലതുപോലെ കഷ്ണമാക്കിയിട്ട് നല്ലതുപോലെ അരച്ചെടുക്കുകയാണ് ചെയ്തത്. വെള്ളം ഒട്ടും ചേർത്തിട്ടില്ല. തിളപ്പിച്ചാറിയ പാലാണ് ഞാനിതിലോട്ട് ഒഴിച്ചത്. ഇനി ഇതിലോട്ട് മുന്തിരി, അണ്ടിപ്പരിപ്പ് ആവശ്യമുള്ളവർക്ക് അത് ചേർക്കാം. ഇവിടെ ആർക്കും പ്രിയമില്ലാത്തത് കൊണ്ട് ഞാൻ ചേർക്കാത്തതാണ്. അത് നെയ്യിൽ വരട്ടി ചേർക്കാവുന്നതാണ്. ഇതിപ്പോൾ നമ്മളിങ്ങനെ ഇളക്കിക്കൊണ്ട് കുറച്ച് നേരം നിന്നാൽ ഇല്ലെങ്കിൽ അടിയിൽ പിടിക്കും. അടി പിടിക്കാതെ നമുക്കിങ്ങനെ ഇളക്കി. ഇതിന് അവസാനമായിട്ട് പായസം റെഡി ആയിട്ടുണ്ട്. ഇതിൽ അവസാനമായിട്ട് ഇറക്കുന്നതിന് തീ ഓഫ് ചെയ്യുന്നതിന് തൊട്ട് മുന്നേ ആയിട്ട് പൈനാപ്പിൾ എസൻസ് കുറച്ച് നമ്മളതിൽ 2 ടീസ്പൂൺ എസൻസ് ചേർത്ത് കൊടുക്കണം. അത് നമുക്ക് ആ മണം കിട്ടാൻ വേണ്ടിയാണ് നമ്മളത് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് തീ ഓഫ് ചെയ്യാം. നമ്മൾ പായസം റെഡി ആയിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. അപ്പോൾ നമുക്ക് നാളെ അടുത്ത വീഡിയോയിൽ കാണാം.